പൊങ്ങുന്നില്ല. പൊങ്ങാതിരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു, നീ എന്താ എന്റെ കൂടെ വരുന്നില്ലേ എന്ന് പറഞ്ഞു. മഹർഷി, ഞാൻ ആദ്യമേ തന്നെ മഹർഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇതേപോലെ എവിടെ എന്നെ താഴെ വെക്കുന്നുണ്ടോ അവിടെ ഞാൻ ഉറച്ചു പോകുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, അന്നേരം വസിഷ്ഠനാണെന്നുണ്ടെങ്കിൽ ഗോവർദ്ധനത്തിനെ ശപിക്കുകയോ ചെയ്യുന്നത്, ദിവസം നീ ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ ചെറുതായി പോകട്ടെ എന്ന് ശപിക്കുകയെന്ന് പറയുന്നുണ്ട്. കലികാലത്തിന്റെ അവസാനത്തില് ഗോവർദ്ധനവും യമുനാ നദി എല്ലാം തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകും എന്നുള്ളത്. ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വന്നതാണ് ഇവരെല്ലാവരും ഭഗവാന്റെ ലീലകളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട്. ആ ലീലകളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വന്നിരിക്കുക. പക്ഷെ കലികാലത്തിന്റെ ആ പ്രഭാവത്തിൽ ഇവരെല്ലാം, അതാണ് പറയുന്നത്, ഗോവർദ്ധന ദിവസമാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കടുകുമണിയുടെ വലിപ്പമായി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത്. അതുകൊണ്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഹൈറ്റിലല്ല ഗോവർദ്ധനം എന്നുള്ളത്. അങ്ങനെ ആ ഗോവർദ്ധനത്തിനെ ഭഗവാനും കൂട്ടരും കൂടി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ കണ്ട് മനസ്സ് നിറഞ്ഞ് മയിലുകളെയൊക്കെ കണ്ട് കുയിലിന്റെ നാദമൊക്കെ കേട്ടിട്ട് അങ്ങനെ തത്തകളുടെ ചലവിലെല്ലാം കേട്ട് അങ്ങനെ അവര് സന്തോഷമായിട്ട് എല്ലാവരും കറങ്ങി നടക്കുന്നു. സമന്തതോ ഗോപകുമാരകൈഷ്ട സമന്തതോ വനാന്തമാകാം തതത്തതസ്താങ്കുടിലാമവശ്യ കളിന്ദജാരാഗവതീ വിവൈകാം. സമം തതോ ഗോപകുമാരകൈഷ്ട സമന്തതോ യത്ര വനാന്തമാകാം തതത്തതസ്താങ്കുടിലാമവശ്യ കളിന്ദജാരാഗവതീ വിവൈകാം. സമം തതോ ഗോപകുമാരകൈഷ്ടം സമന്തതോ യത്ര വനാന്തമാഹ തതത്തതസ്താങ്കുടിലാമവശ്യ കളിന്ദജാരാഗവതീ വിവൈകാം. സമന്തതോ ഗോപകുമാരകൈസ്തം സമന്തതോ യത്ര വനാന്തമാഹ തതത്തതസ്താം കുടിലാമവശ്യ കളിന്ദജാരാഗവതീ വിവൈകാം. വായിച്ചാട്ട്. മാതാജി. സമന്തതോ ഗോപകുമാരകൈസ്താം സമന്തതോ തത്ര വനാന്തമാഗ തതസ്തതസ്താം കുടിലാമശവ്യ കാളിന്ദജാരാഗവതീ വിവൈകാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗ തതസ്തതസ്താം കുടില അവശ്യ കളിന്ദജാം രാഘവതീമിവൈകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. സമം തതോ ഗോപകുമാരകൈസ്തം സമാന്തതോ യത്ര വനാന്തകാമ തതസ്തതസ്താം കുടിലാപവശ്യ കളിന്ദജാം രാഘവതീമിവൈകാം. ഹരേ. ഇനി വായിക്കാത്തവരോട് വായിച്ചേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗഃ തതസ്തതാസ്താം കുടിലാമവശ്യ കളിന്ദജാം രാഘവതീമിവൈകാം. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമന്തതോ ഗോപകുമാരകൈസ്തം സമന്തതോ യത്ര വനാന്തമാഗ തതസ്തതാം കുടിലാമവശ്യ കാളിന്ദിജാം രാഘവമീതവൈകാം. ഹരേ കൃഷ്ണ. ഇനി ഒരാളോട് വായിച്ചോ. വായിക്കാത്തവര് വായിക്കൂ കേട്ടോ. വായിക്കാത്തവര് വായിച്ച്. കൃഷ്ണ. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗം തതസ്തതസ്താം കുടീലമാമവശ്യാം കളിന്ദജാം രാഘവതീവൈകാം. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രൗജി വായിച്ചു. പ്രൗജിമാര് വായിക്കേ. ഹരേ കൃഷ്ണ മാതാജി. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗ തതസ്തതസ്താം കുടിലാമവശ്യ കളിന്ദജാം രാഘവതീമിവൈകാം. സമന്തതോ ഗോപകുമാരകൈസ്തം ഗോപന്മാരുടെ എല്ലാം കൂട്ട ഇടയ കുട്ടികളോട് കൂട്ടിയിട്ട് ഭഗവാൻ എവിടെയാ എല്ലാ വനത്തിലും പോയി. വൃന്ദാവനം 12 വനങ്ങളാണ് കേട്ടോ. ഈ 12 വനങ്ങളും കൂടി കൂടുന്നതാണ് ഒരു വൃന്ദാവനം എന്ന് പറയുന്നത് എന്നുള്ളത്.
അന്നേരം ഈ വനങ്ങളിലെല്ലാം ഇങ്ങനെ ഭഗവാൻ എല്ലാം അവർക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളോടൊപ്പം എല്ലാ വനത്തില് സമന്തതോ എത്ര വനാന്തമാകാം, വനത്തിന്റെ ഉള്ളില് എല്ലായിടത്തും അങ്ങ് പോവുകയെന്നുള്ളതാ ഭഗവാന്. തരത്തരസ്ഥാൻ കുഴിലാം അവശ്യ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എവിടൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആരെ കാണാം? കാളിന്തി കാണാം. കാളിന്തി എന്ന് പറഞ്ഞാൽ യമുനയുടെ മറ്റൊരു പേരാണ് കാളിന്തി എന്നുള്ളതാണ്. എന്നിട്ട് ആ കാളിന്തി ആണെന്നുണ്ടെങ്കിൽ ഏകാഗ്നിയായിട്ട് ഇങ്ങനെ ഒഴുകുന്നത് ഭഗവാന് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ കവിയുടെ ഒരു ഭാവനയെ വരുന്നതാണ്. ഭഗവാനും ഇടയ കുട്ടികളും കൂടി എല്ലാ വനങ്ങളിലും ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഭംഗിയെല്ലാം ആസ്വദിച്ച് അവരിങ്ങനെ എല്ലായിടത്തും ചുറ്റി നടന്ന് കാണുന്ന സമയം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏകാകിനിയെ പോലെ കാളിന്തിയും അങ്ങനെ അവരെ പിന്തുടർന്ന് ഇങ്ങനെ ഭഗവാനെ പിന്തുടർന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാമെന്നാണ് ഇവിടെ നമ്മുടെ കവി പറയുന്നത്. നമ്മുടെ കവി എന്ന് പറഞ്ഞ ആരാണ്? മേൽപ്പത്തൂർ പട്ടതിരിപ്പാട്. ഇനി അടുത്തത് തഥാവിധേസ്മിൻ വിവിനെ പശവ്യേ സമുത്സഗോ വത്സഗണ പ്രചാരേ ചരൻ സരാമോദ കുമാരകൈസ്ത സമീരഗേകാദിപരിമാകിരോഹാദ്. തഥാവിധേസ്മിൻ വിവിനെ പശവ്യേ സമുത്സഗോ വത്സഗണ പ്രചാരേ ചരൻ സരാമോദ കുമാരകൈസ്ത സമീരഗേകാദിപപാകിരോഹാദ്. തഥാവിധേസ്മിൻ വിപിനെ പശവ്യേ സമുത്സഗോ വത്സഗണ പ്രചാരേ ചരൻ സരാമോദ കുമാരകൈസ്ത സമീരഗേകാദിപപാകിരോഹാദ്. തഥാവിധേസ്മിൻ വിപിനെ പശവ്യേ സമുത്സഗോ വത്സഗണ പ്രചാരേ ചരൻ സരാമോദ കുമാരകൈസ്ത സമീരഗേകാദിപപാകിരോഹാദ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് വായിച്ചേ. ഹരേ കൃഷ്ണ. തഥാപിതേ അസ്മിൻ വിഭിന്ന പശ്യവേ സമുത്സഗോ വത്സഗണ പ്രചാരേ ചരൻ സമാഗോ അത കുമാരകൈസ്തം സമീരഗേഹാദിപപാകിരോഗാ സർവത്ര. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ മാതാജി. വായിച്ചു. തഥാവിധേസ്മിൻ വിപിനെ പശ്യവ്യേ സമുത്സഗാ വത്സഗണ പ്രചാരേ ചരൻ സരോമാത കുമാരകൈസ്താം സമീരഗേകാദിപപാകിരോഗാ. ഹരേ കൃഷ്ണ മാതാജി. സർവത്ര കൃഷ്ണ മാതാജി. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ മാതാജി. ഗോവിന്ദ. തഥാ വിധേയസ്മിൻ വിപിനെ പശ്യവ്യേ സമുത്സുഗോ വത്സഗണ പ്രചാരേ ചരൻ സരോമുധ കുമാരകൈസ്ത്വം സമീരഗേഹാദിപപാകിരോഗാൻ. ഹരേ കൃഷ്ണ മാതാജി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ മുത്തലക്ഷ്മി എന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ മാതാജി. തഥാ വിധേസ്മിൻ വിപിനെ പശ്യവേ സമുത്സഗോ വത്സഗണ പ്രചാരേ ചരൽ സരാമോദ കുമാരകൈസ്ത്വം സമീരഗേ ഹാദിവേ പാകിരോഗാ. വായിക്കുന്നുണ്ടല്ലോ നല്ലോണം. പിന്നെ വായിച്ചാല് മീനാകുമാരി ഇല്ലേ? ഒന്ന് കയറും പിന്നെ അങ്ങ് മുങ്ങും അല്ലേ? ഇതൊക്കെ ഇരിക്കട്ടെ. ആദികർത്താപ്രഭുവിന്റെ മായാദേവി ഇല്ലേ? മായ ക്ലാസ് കയറാറില്ലേ? ഉണ്ട് മാതാജി. ഏ ഉണ്ട് ഇതിലുണ്ട്. എന്നിട്ടൊന്ന് വായിക്കാൻ പറ. സമുത്സവോ വത്സഗണ പ്രജ്ഞാരേ ചരൻ സരാമോദ കുമാരകൈസ്തോ ശമീരഗേകാദിപപാകിരോഗാദ്. അങ്ങനെ തഥാവിധേസ്മിൻ വിപിനെ പശവേ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ പുല്ലും വെള്ളവും എല്ലാം നിറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വൃന്ദാവനം കാനനത്തില് എന്ത് ചെയ്തു ഭഗവാന്? ചരൻ സരോമോദ കുമാരകൈസ്തം, കുമാരന്മാരെ എന്ന് പറഞ്ഞ പശുക്കിടാക്കളെ ചരൻ എന്ന് പറഞ്ഞ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പൈക്കുട്ടികളെ
പിന്തുടർന്ന് മേയ്ക്കുവാന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബലരാമനോടൊത്ത് സമീര ഗേഹാദിവ പാതിരോഗാതെ ബലരാമനോടൊത്തും ചങ്ങാതിമാരോടൊത്തും എന്താ വൃന്ദാവനത്തിന് സഞ്ചരിക്കാൻ അങ്ങനെ ഭഗവാൻ തുടങ്ങി. അങ്ങനെയുള്ള ഭഗവാൻ എന്താ ചെയ്യേണ്ടത്? പാഹിരോഗാത്, എന്നെ രോഗത്തിൽ നിന്നിട്ട് രക്ഷിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് ചെയ്യുന്നത്. തഥാ വിരേസ്മി വിവിനെ പശ്യവ്യേ സമുത്സകോ വത്സ ഗണപ്രചാരേ. എന്നിട്ട് ഭഗവാൻ എന്താ കൊച്ചല്ലേ, അതുകൊണ്ട് എന്താ പശുക്കുട്ടികളെ മേയ്ക്കാനുള്ള പണിയാ കൊടുത്തിരിക്കുന്നത്. 5 വയസ്സിന് പശുക്കുട്ടികളെ മേയ്ക്കാനേ വിടത്തുള്ളൂ. നോക്ക്, നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സുള്ള ഒരു കൊച്ചിനെ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ റോഡിലോട്ട് പോലും വിടാൻ പേടിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് അങ്ങനെയുള്ള അത് ഇവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാണ്. കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങ് അത്ഭുതം വരും എന്നുള്ളത്. നമ്മളാണെങ്കിൽ എന്ത് പൊത്തിപ്പൊരിക്കുക പിള്ളേരെ വളർത്തുന്നത്. പക്ഷെ ഇവിടെ അതുകൊണ്ട് പക്ഷെ ഇവിടുത്തെ പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഓടിച്ചെന്ന് നമ്മൾ എടുക്കാൻ തോന്നും എന്നുള്ളത്. അത്രയ്ക്കും കുണ്ടുമണികളെ പോലെ ഇരിക്കുന്നേന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനും അതേപോലെ തന്നെ പശുക്കളെയും കൊണ്ട് ബലരാമനും ചങ്ങാതിമാരും, പശുക്കളെയും കൊണ്ടല്ല പശുക്കുട്ടികളെയും കൊണ്ട് ബലരാമനും ചങ്ങാതിമാരും മൊത്തം ഈ വൃന്ദാവനത്തിലെ എല്ലാ കാനനത്തിലും പശുക്കുട്ടികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി എന്നുള്ളതാണ് വൃന്ദാവന പ്രവേശനത്തിൽ നമ്മൾ കാണുന്നത്. വൃന്ദാവന പ്രവേശനത്തിൽ ഞാൻ ടോട്ടലായിട്ടൊന്ന് പറയാം. എങ്ങനെയാണ്? നന്ദഗാവിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന് കുറേയേറെ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് എല്ലാ ഗോവന്മാരും കൂടി എന്ത് ചെയ്തു? ഇനി നമുക്ക് നന്ദഗാവ് വേണ്ട, അതുകൊണ്ട് കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ വൃന്ദാവനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ പശുക്കൾക്ക് മേയാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പുല്ലുകളുണ്ട്. അതേപോലെ യമുന അതിനെ ചുറ്റും ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി തന്റെ എല്ലാവിധ സാധനങ്ങളും എടുത്ത്, നിങ്ങൾ വിചാരിക്കും നമ്മ വലിയ വലിയ വീടുകളല്ലല്ലോ, ഞാൻ പറയാറില്ലേ പണ്ട് നമ്മുടെ ഈ ഓട്ടന്മാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ തമിഴരൊക്കെ വന്നിട്ട് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കത്തില്ലേ, അതേപോലെയുള്ള വലിയ നല്ല നല്ല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്കുണ്ടല്ലോ വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഉണ്ടല്ലോ അവർക്ക് ഈ എന്താ കലാപരമായിട്ട് ഭയങ്കര കഴിവാതെന്നുള്ളത്. എന്ത് രസമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? വീടുകളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കൂട്ടി ഇഷ്ടികയും കൊണ്ടൊന്നും അല്ല. പക്ഷെ അവര് ഞാൻ 2 ദിവസത്തിനകം എന്തോ സുന്ദരമായിട്ടുള്ള വീടുകളാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അങ്ങനെ എന്ത് ചെയ്തു? നന്ദഗാവിൽ നിന്നിട്ട് ഇവരെല്ലാവരും കൂടി വൃന്ദാവനത്തിൽ വന്നു. എല്ലാവരും അവനവൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീടൊക്കെ വെച്ചിട്ട് അവർ പാർക്കാൻ തുടങ്ങി. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഭഗവാനും കൂട്ടരും കൂടി എവിടെയാ? വൃന്ദാവനം മൊത്തം ചുറ്റി നടന്ന് കാണുവാണെന്നുള്ളത്. വൃന്ദാവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വനങ്ങളുടെ ഒരു സമൂഹമാണ് ഈ വൃന്ദാവനം എന്ന് പറയുന്നത്. അതിന് വൃന്ദാവനം മൊത്തം ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി. അന്നേരം മനസ്സിനെ കുളിർപ്പിക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും പൂക്കളും മരങ്ങളും അതേപോലെ തന്നെ മയിലുകളുടെ ശബ്ദങ്ങളും പിന്നെ കുയിലിന്റെ ശബ്ദവും തത്തയുടെ ശബ്ദവും എന്ന് പറയുന്ന വനമല്ലേ, വനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ആ ഒരു മനോഹാരിത കാണുമല്ലോ. അതിനെ ചുറ്റി ഒഴുകുന്ന കാളിന്തിയെയും അവര് കാണുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷം. ചങ്ങാതിമാരോടൊപ്പം ബലരാമനോടൊപ്പം പശുക്കുട്ടികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്നും രാവിലെ വീട്ടിൽ നിന്നിട്ട് അമ്മ കുളിപ്പിച്ചൊരുക്കി എല്ലാം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വിടും. എന്നിട്ട് വൈകുന്നേരം അവർ തിരിച്ചു വരും. അങ്ങനെയാണ് അത്രയാണ് നമുക്ക് ഈ ഒരു ദശകത്തില് പറഞ്ഞിരിക്കുന്നതിനുള്ളതാണ്. പിന്നെ കുറെയെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു. ഭഗവാന്റെ ഓരോരോ എനിക്കറിയില്ല, പുതിയ ഫോണാ, എന്നിട്ട് പോലും പ്രശ്നങ്ങളാ. ഞാനൊരു ശകലം പോലും നെറ്റ് അതിൽ നിന്ന് ഉപയോഗിക്കുന്നില്ല. എന്നിട്ടും അങ്ങ് ക്ലാസ് ഉള്ള ദിവസം ഞാൻ മൊബൈൽ തുറക്കാറേ ഇല്ല എന്നുള്ളത്. എന്താ നെറ്റ് പോകരുത് അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നു. എന്തൊക്കെയാണെന്ന് അറിയില്ല. കണ്ണന്റെ ലീലയാണ് അതൊന്നും നമുക്ക് വിചാരിക്കാം. എന്നാൽ തന്നെയും ഒന്നും മുടങ്ങാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അത് ആ ഭഗവാന്റെ തൃപാദത്തിന് ഒന്നുകൂടി വായിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി നോക്കിന് വായിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഭവത്പ്രഭാവാ വിജുരാഗി ഗോപാതരുപ്രഭാതാദി കമത്ര ഗോഷ്ഠേ അവേദമുത്പാദകണം വിശങ്ക്യാ പ്രയാതുമന്യത്ര മനോപിതേനു തത്ര വനന്ദാവിദ ഗോപവൈര്യാജ ഗോഭവ പ്രേരണയൈവ നൂന ഇതാ പ്രതീച്ചാമി വിനം മനോഞ്ച വൃന്ദാവനം നാമ വിരാജദീതി മൃഗത്വനം തത്ഫലു നന്ദമുഖ്യാപിതായ ഗോഷ്ഠീരമദക്ഷണേന തദന്നിദാത്വജ്ജനനീ നിവിഷ്ടാഗരിഷ്ടയാനാനുഗതാഭിചേനു
മനുജദ്വനിതേനുപാലീ ഗുരപ്രണാദാന്തരദോ വധൂഭിः ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയനാറ്റായതമാർക്കദൈർഘ്യം നിരീശ വൃന്ദാവനമീശ നന്ദ പ്രസൂന കുന്ദ പ്രമുഖാദ്രുമൗഖ്യ അമോദദാശാദ്യത ചാന്ദ്രലക്ഷ്മ്യാ ഹരിമണി കുട്ടി അവിഷ്ടശോഭ നവാക നിർഗൂഢ നിവാസവേദേഷു അശേഷ ഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളി വിമിശ്രിത പര്യകലോകദാസ്ത അരാളമാർക്കാകര നിർമ്മലാഭ അരാള കൂജാകൃത നർമ്മലാഭ നിരന്തര സ്മേര സരോജ വക്ര കളിന്ദ കന്യാ സമലോകയസ്ത മയൂരകേകാശതലോഭനീയ മയൂകമാലാശബലം മണീന വിരഞ്ജലോകാസ്പൃശമുച്ച ശൃംഗേ ഗിരിം ച ഗോവർത്തനമശൈതസ്താ സമം തദോ ഗോപകുമാരകൈസ്ത സമന്തദോ യത്ര വനാന്തമാഘ തദത്തദസ്താം കുടിലാമവശ്യ കളിന്ദജാരാഗമതി വിവൈഘ തദാ വിദേസ്മി വിവിനെ പശവ്യേ സമുത്സകോ വത്സഗണ പ്രജാരേ ചരൻ ചരാമോദകുമാരകൈസ്ത സമീരകേകാധിപപാകിരോഗാദേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് ഇത്രയും പഠിപ്പിച്ചതെല്ലാം പൊന്നു ഭഗവാന്റെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം ഒരുപാടാകുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ. ഹരി ബോൾ.